എല്ലാവർക്കും നമസ്കാരം. അന്ന് നമ്മൾ ഇന്ന് കുറച്ച് ആത്മീയ യാത്രയിലേക്കാണ്. അതെ, എന്താ പറയുക, വളരെ നാളത്തെ ഒരാഗ്രഹമാണ് നൈനിറ്റാളിലെ നീം കരോളി ബാബ, പ്രസിദ്ധമായ നീം കരോളി ബാബ ആശ്രമവും അതുപോലെ വിശ്വപ്രസിദ്ധമായ തുംഗനാഥ് ടെമ്പിളും. ചോപ്തയിലെ തുംഗനാഥ് ടെമ്പിൾ ഉത്തരാഖണ്ഡാണ്. അപ്പം ഞങ്ങൾ ഡൽഹിയിലെ ഹയാത്ത് സെൻറ്ററിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ടൈം 8:30 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നേരെ പോകുന്നത് നൈനിറ്റാളാണ്. ഇന്ന് നമ്മൾ ഹോൾട്ട് നൈനിറ്റാളാണ്. സോ വിൽ സ്റ്റാർട്ട് ദ ജേണി. യെസ്, അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ നൈനിറ്റാൾ എത്താനായിട്ട് ടോട്ടൽ 6 hours ആണുള്ളത്. 6 to 7 hours ആണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ടൈം ആവും. ഹായ്, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു നൈനിറ്റാൾ ആണ്. സോ നമ്മൾ ഡൽഹി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോയിഡ യുപിയിലെത്തിയാണ്. നോയിഡയിലെ കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ്. കാര്യം മനോഹരം എന്ന് പറഞ്ഞത് പ്രകൃതി സൗന്ദര്യമല്ല, റോഡൊക്കെ വളരെ വലുതാണ്, നല്ല റോഡുകളാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഡെവലപ്പ് ആയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്. ഈ ബാക്കി കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തുന്നേ ഉള്ളൂ. എൻ്റെ അത് കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന രീതിയിലാണ്. ഇത് നോക്കാം. അപ്പോൾ നമ്മൾ നൈനിറ്റാളിലേക്ക് പോണ വഴിക്ക് നമ്മളിവിടെ ഒരു ശിവധാബ അല്ലേ. എന്തായാലും നമ്മുടെ രാജ്യത്തിനും ഒരുപാട് ഹൈവേക്ക് സമീപമായി ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ, ഇത്രയും ഫെസിലിറ്റീസുകൾ കടന്നു വരുന്നു. വളരെ പ്രശംസനീയമായ കാര്യം തന്നെയാണ്. അതും വൃത്തിയുള്ള വെടിപ്പുള്ള കാര്യം നടക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിവേ, ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ യുപിയിൽ വന്ന് ചായ കുടിച്ചിരിക്കുകയാണ്. കൊള്ളാം, മൺ ഗ്ലാസ്സാണെന്ന് തോന്നുന്നു. നോക്കാം. ഇത് യമുന നദിയാണ് കേട്ടോ. ഓൺ ദ വേ ആണ്. നമ്മൾ യമുന നദിക്കും കൂടി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ലഞ്ച് കഴിക്കാനായിട്ട് വേറെ ഇവിടെ നിർത്തി നമ്മൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. ഇതൊക്കെ വിശന്നും കഴിയങ്കറിയാണ്. നല്ലൊരു ധാബയാണ്. റൊട്ടി പനീർ ഓർഡർ ചെയ്തു. ടേസ്റ്റ് നോക്കാം. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് തിങ്ങാളെ പിടിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കുക. 2 റൊട്ടിയും പനീറുള്ള പക്ഷേ അല്ലാതെ പാത്രങ്ങളുണ്ട്. ഇല്ലാതില്ല. പിന്നെ മലയാളി കണ്ടത് പിന്നെ ഇത്രയും പാത്രത്തിൻ്റെ ആവശ്യമില്ല. കയ്യിൽ വാരി തിന്നുക. സാധനം പോയാലും കേട്ടോ. സവാളം നല്ല ടേസ്റ്റ്. അങ്ങനെ കഴിക്കാത്ത ഞാൻ കഴിക്കുന്നതൊക്കെ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഉത്തരാഖണ്ഡിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ മലനിരകളും കാര്യങ്ങളും. അരുണേ, എങ്ങനെയുണ്ടാവുന്ന എക്സ്പീരിയൻസ്? അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ ഇങ്ങനെ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ യാത്രയാണ്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്നും 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നീം കരോളി ബാബ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. കാഞ്ചിധാം നീം കരോളി ബാബ ആശ്രമം വളരെ പ്രസിദ്ധമായ ആശ്രമമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ, ഭക്തർ, ഡിവോട്ടീസ് ഇവിടെ എത്തുന്നുണ്ട്. വളരെ മനോഹര അന്തരീക്ഷം, വളരെ മനോഹര ആശ്രയം. അപ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ കയറുകയാണ്. ബാക്കി കഴിയും പറയാം. ഹായ്, അപ്പോൾ ഞങ്ങൾ നമ്മുടെ നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ തൊഴുതിറങ്ങി. ഇറ്റ്സ് ആൻ അമേസിങ് മൂവ്മെൻ്റ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ നീം കരോളി ബാബ ആശ്രമത്തിൽ നൈനിറ്റാളിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ദീപാരാധന കാണാൻ പറ്റി. എസ്പെഷ്യലി ഹനുമാൻ ടെമ്പിൾ, അതുപോലെ വൈഷ്ണവി ദേവി ഉണ്ട്, ആൻഡ് ശിവനുണ്ട്. ലൈക്ക് നമ്മുടെ നീം കരോളി ബാബ പണിത ഒരു ടെമ്പിളാണ് ആക്ച്വലി. ഭയങ്കര സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എൻലൈറ്റ്മെൻറ്റ് വരെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എസ്പെഷ്യലി മെഡിറ്റേഷൻ സെൻ്ററാണ്. അങ്ങനെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പക്ഷേ ചെറിയൊരു പണി കിട്ടിയ ഫീലായി. പക്ഷേ നമുക്ക് നൈനിറ്റാൾ ഇവിടെ നല്ലൊരു നദിയുണ്ട്, ഒരു ലേക്ക്. അതിലും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ചോപ്തേ പോകണം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങളിപ്പം ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ലേക്കിലാണ്. നൈനിറ്റാൾ ലേക്ക് മനോഹരമായ ഹിമാലയൻ താഴ്വരകളുടെ നടുക്കിലുള്ള മനോഹരമായ ലേക്ക്. അതെ, സിറ്റി ഓഫ് ലേക്ക് എന്നാണ് നമുക്ക് നൈനിറ്റാൾ അറിയപ്പെടുന്നത്.
പ്രഭാതത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച ഈ അമൂർത്തി ഭാവത്തിൽ നമുക്ക് നൈനിറ്റാൾ ലേക്ക് എന്ന് പറയും. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. അതെ, ഇവിടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടെമ്പിൾസ് കാണാം. ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ദേവീക്ഷേത്രം ഉണ്ട്. ആൻഡ് നമുക്ക് ആ സിറ്റികൾ കാണാം, കണ്ടോ? ആ സിറ്റി വ്യൂവും അതിനിടയ്ക്ക് കാടുകളും അതിനിടയ്ക്ക് മലനിരകളും അല്ലേ, എല്ലാം ഭംഗിയായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത്തെ കാര്യം എന്താ പറയണ്ട, ഇത് ഈ സമയത്ത് മഞ്ഞിൻ്റെ കുറച്ചുകൂടെ മഞ്ഞുള്ള സമയത്ത് സ്നോ ടൈമിലാണെങ്കിൽ ഗംഭീരമായിരിക്കും കേട്ടോ, വേറെ ലെവൽ. ഇപ്പം സൗന്ദര്യം ഇല്ലെന്നല്ല, ഇപ്പം എല്ലാ ക്ലൈമറ്റിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. ഇപ്പം അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ സ്നോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായാണ്. എനിവേ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ നൈനിറ്റാൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നൈനിറ്റാൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ലേക്കാണ്, പിന്നെ ദേവി ടെമ്പിളും. നമുക്ക് ഡൽഹിയിൽ നിന്ന് ഒരു 8 hours ഉണ്ട് നമുക്ക് നൈനിറ്റാൾ എത്താനായിട്ട്. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കാർ എടുത്ത് റെൻറ്റിനോ അല്ലെങ്കിൽ ടാക്സിയൊക്കെ എടുത്തോ നമുക്ക് വരാം. എപ്പോഴും ടാക്സി അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് വരുന്നതായിരിക്കും നല്ലതൊന്നും കൂടി. നമ്മളായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നേക്കാളും നല്ലത്. കാരണം ഇറ്റ്സ് ഡിഫിക്കൽട്ട്, അത്ര ദൂരമുണ്ട്, വഴി അറിയില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സോ ബെറ്റർ ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഗൈഡിനെയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ കമ്പനിയോ കോൺടാക്ട് ചെയ്ത് അവരായിട്ട് വരാൻ നോക്കുക. അപ്പം പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ പറയാറുണ്ടല്ലോ ഇന്ത്യയിലെല്ലാം ഉണ്ടെന്ന്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ ഐറ്റംസും ഇന്ത്യയിലുണ്ട്. അത് ഈ നൈനിറ്റാളിലേക്ക് നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഇത് മനസ്സിലാവുകയാണ്. അതായത് ഇന്ത്യ കണ്ട ലോകം കണ്ട മാതിരിയാണ്, എല്ലാം ഇവിടെയുണ്ട്. എനിവേ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് തുംഗനാഥ് ടെമ്പിളാണ്. നമ്മളിവിടെ നേരെ തുംഗനാഥിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എനിവേ ബാക്കിയുള്ള കാഴ്ച വഴിയെ കാണാം. സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞങ്ങൾ പല കാഴ്ചകളും കണ്ടു, നല്ലൊരു പണിയും കിട്ടി. പക്ഷേ ഇവിടെ നല്ലതായിട്ട് പണി കിട്ടിയത് തലേദിവസം ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അത് നല്ല 8ൻ്റെ പണി കിട്ടി. ഞങ്ങൾ ഓൺ ദ വേ ടു ചോപ്തയിൽ ഇൻ ബിറ്റ്വീൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അൽമോറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ അവിടെ ഓൺ ദ വേ ആയിരുന്നു. ഭയങ്കര ഫുഡ് പോയ്സണായി, നല്ല വോമിറ്റിങ്ങും ലൂസ് മോഷനും. അപ്പോൾ നമ്മളെപ്പോഴും നോർത്ത് ഇന്ത്യൻ സൈഡിൽ പോകുമ്പോൾ എസ്പെഷ്യലി നൈനിറ്റാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നടത്തുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അത് പ്രോപ്പർ ഹോട്ടലിൽ നിന്ന് ലൈറ്റ് ഫുഡ് കഴിക്കുക. ഈ നോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു കാരണവശാലും നമ്മൾ ഓൺ ദ വേ എടുക്കരുത്, എസ്പെഷ്യലി വെൻ വി ആർ ഡൂയിങ് എ ടെമ്പിൾ, ഒരു വിസിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ. സോ എനിവേ ഇത് ഞങ്ങൾക്കൊരു പാടാണ്. നമുക്ക് അതും ഇത് നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. കാരണം ഓൺ ദ വേ ആണെന്നോ നല്ല ഫുഡ് പോയ്സൺ ആണെന്നോ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവാണ്ടാണ് നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആയത്.